നിങ്ങളുടെ ചെറുപ്പകാലഘട്ടത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോയി നോക്കൂ. ചെറുപ്പകാലഘട്ടം മുതൽ നമ്മുടെ സന്തോഷത്തിൻ്റെ എന്താണ് സന്തോഷത്തിൻ്റെ കാരണങ്ങൾ അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോ ജീവിത കാലഘട്ടങ്ങളിലും സന്തോഷിക്കാനുള്ള കാരണങ്ങൾ നമുക്ക് വ്യത്യസ്തമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു കുഞ്ഞായ സമയത്ത്, ചെറിയ കുട്ടിയായ സമയത്ത് നമുക്ക് ഒരു ചെറിയ മിഠായി കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണല്ലേ? ഒരു ചെറിയ മിഠായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. കുറച്ചുകൂടി മുതിർന്നു വരുന്ന സമയത്ത് കളിക്കാനുള്ള അവസരങ്ങൾ, കൂട്ടുകാരോടൊത്ത് കളിക്കാനുള്ള അവസരങ്ങൾ കിട്ടിയാൽ, സ്കൂളിൽ പോകുന്ന സമയത്ത് എപ്പോഴും ക്ലാസ്സാണ്, സയൻസ്, മാത്സ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു PT പീരീഡ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടി സന്തോഷം വരും അല്ലേ? അത് പിന്നീട് നമ്മൾ മുതിർന്നു വരുന്ന സമയത്ത് ഈ സന്തോഷത്തിൻ്റെ കാരണങ്ങളും പതുക്കെ ഡീവിയേറ്റ് ചെയ്ത് മാറി വരുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ മൊബൈലാവും അല്ലേ? മൊബൈലിലെ ഗെയിംസ് കളിക്കുന്നതാവാം നമ്മുടെ സന്തോഷത്തിൻ്റെ വിഷയം. കുറച്ചുകൂടി മുതിരുന്ന സമയത്ത് ബോയ് ഫ്രണ്ട്, ഗേൾ ഫ്രണ്ട് ചിന്താഗതികളിലേക്കൊക്കെ, അല്ലെങ്കിൽ അങ്ങനെയുള്ള റിലേഷൻഷിപ്പിൽ നമ്മുടെ എൻജോയ്മെൻ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. കുറച്ചുകൂടി മുതിർന്നു കഴിഞ്ഞ് ജോലിയൊക്കെയായി, ജോലിയുടെ ആ സക്സസ്സിൽ അല്ലേ, ജോലിയിലെ ജോലിക്കയറ്റങ്ങൾ കിട്ടി, അതിൽ പ്രൊമോഷൻ ലഭിച്ചു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു, നല്ല ഏണിങ്സ് വരുന്നു, അതും ഒരു എൻജോയ്മെൻ്റായിട്ട് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ അവിടെ ഓഫീസിൽ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ നടക്കുകയായിരുന്നു. അപ്പോൾ അതിൽ ഒരാളെക്കുറിച്ച് ഞാൻ പബ്ലിക്കായിട്ട് പറഞ്ഞതല്ല, ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ പറഞ്ഞ് കേട്ടത് ഇങ്ങനെയാണ്. അദ്ദേഹം റിട്ടയർ ആവുന്നതിന് സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപങ്ങൾ അദ്ദേഹത്തിന് ബാങ്കിലുണ്ട് എന്നിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ റൂമറുകൾ കേൾക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഈ പൈസ ഒന്നും ഉപയോഗിക്കുന്നതായിട്ട് നമുക്ക് തോന്നുകയേയില്ല. കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് പറയുന്നതാണോ എന്നറിയില്ല, ഒരു പാക്കറ്റ് പാൽ കൊണ്ട് ഒരാഴ്ച, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന കാര്യം കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ആ മനുഷ്യന് ചിലപ്പോൾ പൈസ ഇങ്ങനെ ഉണ്ടാക്കുക, ബാങ്കിൽ നിക്ഷേപിക്കുക, ആ ബാങ്കിലെ നിക്ഷേപങ്ങൾ കാണുന്ന സമയത്ത് ഒരു സന്തോഷം അല്ലേ, ഒരു എൻജോയ്മെൻറ്റ്. അപ്പം നമുക്ക് പലതരത്തിലുള്ള ആളുകളുടെ സന്തോഷത്തിൻ്റെ വിഷയങ്ങൾ വ്യത്യസ്തമാണ്. പല കാര്യങ്ങളിലാണ് ആളുകൾ സന്തോഷം കണ്ടെത്തുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇവിടെ എബി ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ, എന്നാൽ ചിലപ്പോൾ ഈ ജീവിത അവസാനത്തിൽ ഈ സന്തോഷങ്ങളൊക്കെ ചേർത്ത് വെക്കുമ്പോഴും അതൊന്നും ഒരു സന്തോഷമല്ല എന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതിലൊന്നും ഒരു സംതൃപ്തിയുടെ അവസ്ഥ ജീവിതത്തിൽ ഇല്ലാത്ത ഒരു രീതി ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കാനാണ്, ഏറ്റവും ചുരുക്കത്തിൽ പറഞ്ഞാൽ ഹാപ്പി ആയിട്ടിരിക്കാനാണ് നമ്മുടെയൊക്കെ ആഗ്രഹം അല്ലേ? ദുഃഖിച്ച് സ്ട്രഗിൾസിലൂടെ പോയി പ്രശ്നങ്ങൾ, അതിൻ്റെ ടെൻഷൻസ്, അങ്ങനെ നമുക്ക് പോകാനായിട്ടുള്ള, ഹാപ്പി ആയിട്ടിരിക്കുക, ജീവിതത്തിൽ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കാനാണ് ഒരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഇത് ചിന്തിച്ച് നോക്കൂ. നിങ്ങളെ ഹാപ്പി ആക്കുന്നത് എന്താണ്? ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ നിന്നുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു ലൈഫ് സിറ്റുവേഷനൊക്കെ ഒന്ന് വിലയിരുത്തിയിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്കൂ, എന്താണ് നിങ്ങളെ ഏറ്റവും ഹാപ്പി ആക്കുന്നത്? അതിൻ്റെ ചില കാര്യങ്ങൾ എബി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു. ഫുഡാണോ? ചില ആൾക്കാർക്ക് ഫുഡ് വളരെ ഇഷ്ടമാണ്, ഫുഡ് എൻജോയ് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ഹാപ്പിനെസ്. മൊബൈലിൽ റീല് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ, ഇൻസ്റ്റാഗ്രാമിൽ റീലുകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു എൻജോയ്മെൻറ്റ് ഫാക്ടർ വർക്ക് ചെയ്യുന്നുണ്ട്. ഗെയിമിങ്ങിൽ സന്തോഷം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട്. യാത്രകളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ പുറത്ത് പറയാൻ കഴിയാത്ത കാര്യങ്ങളിൽ സന്തോഷം കണ്ടെത്തുന്ന ആളുകളുണ്ട്. ഈ കാര്യങ്ങൾ പറയുന്ന സമയത്ത് നമുക്ക് അത്ര സുപരിചിതമല്ലാത്ത ചില ടേംസ് ഇതിൻ്റെ ഇടയിൽ കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ ടേംസിനൊക്കെ നമ്മൾ ആദ്യം ഒന്ന് പരിചയപ്പെട്ടിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ചെറിയൊരു ബോറിങ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്, വേഗം ഓടിച്ച് വിടാം. അല്ലെങ്കിൽ അത് ചിലപ്പോൾ പറയുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെ കണക്ഷൻ എന്ന് നമുക്ക് മനസ്സിലാവാതെ വരും. അപ്പോൾ ആദ്യം ഈ ഒരു സെഷൻ്റെ ഒരു ഫ്ലോ നമുക്ക് മനസ്സിലാവുന്നതിനായിട്ട് ആ ഒരു സെഷൻ ഫ്ലോ നമുക്ക് മനസ്സിലാക്കി വെക്കാം. അപ്പോൾ ഒന്നിൽ നിന്ന് അടുത്തതിലേക്ക് ഞാൻ അങ്ങനെ പോയി വരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കണക്ഷൻ ഈ ഒരു കണക്ഷനിലാണ് ഇപ്പോൾ വരും. ഇവിടെ ഒരു കണക്ഷനിലാണ് നമ്മളത് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ ആദ്യം നമ്മൾ പരിചയപ്പെടുന്ന ആ സെഷൻ ഫ്ലോ ഇങ്ങനെയാണ്. ഹീഡണിസം എന്ന വേർഡ് എന്തുവാണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം നമ്മളൊന്ന് കാണാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇവിടെ വരുന്നതിന് മുമ്പ് ഈ സെഷൻ ഈ ഒരു പേര് അവിടെ ഇവിടെയൊക്കെ ബ്രോഷറിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എന്താ ഹീഡണിസം എന്ന് സെർച്ച് ചെയ്ത് നോക്കിയിരുന്നോ?
ചിലപ്പോൾ ആളുകൾ ആരെങ്കിലും നോക്കിയിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. അപ്പോൾ എന്താണ് ഹീഡനിസം? പൊതുവെ ലോകത്തിൽ പറയുന്ന ഒരു ഹീഡനിസം എന്താണ് ഉദ്ദേശിക്കുന്നത് നമുക്കറിയാം. പക്ഷെ നമ്മൾ പറയുന്നത് എന്താണ്? അതിന് മുമ്പിൽ വേറൊരു വേർഡുണ്ട്. എന്താണ് ആ വേർഡ്? ക്രിസ്ത്യൻ, അല്ലേ? ക്രിസ്ത്യൻ ഹീഡനിസത്തെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു വരുന്ന സമയത്ത് ഡിസയർ, പ്ലഷർ, എൻജോയ്മെൻറ്റ് എന്നുള്ള വാക്കുകളൊക്കെ കയറി വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് തമ്മിലുള്ള കണക്ഷൻ എന്താണ്, ആ ഫ്ലോ എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. അതിനോട് കൂടെ ടൈപ്സ് ഓഫ് ഡിസയേഴ്സ്, ചില ടൈപ്സ് ഓഫ് ഡിസയേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് കണ്ടിട്ട് പോവാം. ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു ബിബ്ലിക്കൽ അണ്ടർസ്റ്റാൻഡിങ് എന്താണ് ബൈബിള് നമുക്ക് അങ്ങനെ ആഗ്രഹിക്കാൻ പറ്റുമോ? നല്ല ആഗ്രഹങ്ങളും അല്ല ആഗ്രഹത്തെ തെറ്റാണെന്നാണോ ദൈവം പറഞ്ഞിരിക്കുന്നത്? എന്താണ് എന്നുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അതുപോലെ നമ്മൾ ഇവരൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, നിങ്ങൾ ആ പോളിലും നിങ്ങൾ പറഞ്ഞത് അവസാനം ഇതാണ്, എനിക്കൊരു കണക്ഷൻ, അല്ലേ? ദൈവമായിട്ടുള്ളൊരു കണക്ഷനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അൾട്ടിമേറ്റ്ലി ആഗ്രഹിക്കുന്നത് അതാണെന്നാണ് ഭൂരിപക്ഷം ആൾക്കാരും പറഞ്ഞത് നമ്മൾ കണ്ടല്ലോ. ശരിക്കും നമ്മൾ ആ ഒരു ഹയസ്റ്റ് പ്ലഷറിനെ, ദൈവത്തെ അങ്ങനെ എൻജോയ് ചെയ്യുന്ന ആളുകളാണോ? ആർ വി എൻജോയിങ് ഗോഡ് എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് ശ്രമിക്കാം. അങ്ങനെ ദൈവത്തെ എൻജോയ് ചെയ്തതിൽ എന്നെ തടയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അങ്ങനെ കേൾക്കാത്ത ചില കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് ഒന്ന് അറിയാനായിട്ട് ശ്രമിക്കാം. എങ്ങനെയാണ് എനിക്ക് ശരിക്ക് ദൈവത്തെ എൻജോയ് ചെയ്യുന്നതിനായിട്ട് പ്രാക്ടിക്കലി കഴിയുക എന്നുള്ള കാര്യം കൂടി നമുക്ക് ഓർക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു സെഷൻ ഫ്ലോയിലാണ് നമ്മൾ കാണാനായിട്ട് ശ്രമിക്കുന്നത്. ഹീഡണിസം എന്ന ഒരു ടേം നിങ്ങൾ വെറുതെ നെറ്റിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ചിലപ്പം, അയ്യേ ഇങ്ങനത്തെ വൃത്തികേടുകൾ പറയാനാണോ ഇവിടെ ക്യാമ്പായിട്ട് കുട്ടികളെ വിളിച്ച് കൂട്ടിയതെന്ന് ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. വളരെ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിൽ ഹീഡണിസം എന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അറിയോ? ഡു വാട്ട് എവർ ഫീൽസ് ഗുഡ്. ഇപ്പോഴത്തെ ഒരു ലോകത്തിൻ്റെ ഫിലോസഫി തന്നെ അതാ, അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിന് ഏറ്റവും സന്തോഷം തരുന്നത് എന്താണോ, അതിൽ നല്ലതാണോ ചീത്തയാണോ ധാർമ്മികതയുണ്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് മനസ്സിന് ഏറ്റവും ഒരു ഫീൽ ഗുഡ്, അങ്ങനെ ഒരു ഫീലിംഗ് തരുന്നത് എന്താണോ അത് ചെയ്യുക. സന്തോഷം തോന്നുന്ന എന്ത് കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ ലോകത്തിൻ്റെ ഒരു രീതി. അപ്പോൾ അതിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കാര്യങ്ങളെയാണ് ഒരു ഹീഡണിസം എന്ന ഒരു വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ഒരു ആർഗ്യുമെൻ്റ്, അല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ സൈഡിൽ അതിനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ഫിലോസഫിക്കൽ ഹീഡണിസം എന്ന് പറഞ്ഞ ഒരു ടേം ഉണ്ട്. അതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഷോർട്ട് ടേം ആയിട്ടുള്ള സന്തോഷങ്ങളല്ല, അല്ലേ? പല കാര്യങ്ങളും ഷോർട്ട് ടേം ആയിട്ട് ഇപ്പോൾ ഈ സമയത്ത് ആ കാര്യങ്ങളോട് ഇൻവോൾവ് ചെയ്യുന്ന സമയത്ത് ഒരു ചെറിയ സന്തോഷം കിട്ടും, കുറച്ച് കഴിയുമ്പോൾ അത് പോവും. അങ്ങനെയുള്ള സന്തോഷത്തെക്കുറിച്ചല്ല, കുറച്ചുകൂടി ദീർഘകാല അടിസ്ഥാനത്തിലുള്ള ദീർഘകാലം സന്തോഷമായിട്ട് ഇരിക്കാൻ കഴിയുന്ന അങ്ങനെ സന്തോഷം നൽകുന്ന കാര്യങ്ങളെയാണ് ഒരു ഫിലോസഫിക്കൽ ഹീഡണിസത്തിൽ പൊതുവെ പറഞ്ഞിരിക്കുന്നത്. ഈ ഹീഡണിസത്തിൻ്റെ ഒരു മലയാളം ഡിക്ഷണറി വേർഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സുഖാനുഭൂതി എന്നാണ് ആ ഒരു വേർഡിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. ആ വേർഡ് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകൾ ചിലപ്പം വേറെ ഏതോ സ്ഥലങ്ങളിലൊക്കെ പോകാനായിട്ട് സാധ്യതയുണ്ട്. ശരിക്ക് അതാണ് ലോകത്തിലുള്ള ഒരു ഹീഡണിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്താണ്? അതിന് മുമ്പിൽ വേറൊരു വേർഡുണ്ട്, ക്രിസ്ത്യൻ ഹീഡണിസമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. നേരത്തെ ജോയിൽ പറഞ്ഞപ്പോൾ അത് സൂചിപ്പിച്ചു. ജോൺ പൈപ്പറാണ് ഈ ഒരു തിയോളജിക്കൽ സൈഡിലെ ക്രിസ്ത്യൻ ഹീഡണിസത്തെ നമുക്ക് വിവരിച്ചു തന്നത്. അദ്ദേഹം വെറും 2 വാചകത്തിൽ അതിനെ പറയാനായിട്ട് ശ്രമിച്ചു. ഗോഡ് ഈസ് മോസ്റ്റ് ഗ്ലോറിഫൈഡ് ഇൻ അസ് വെൻ വി ആർ മോസ്റ്റ് സാറ്റിസ്ഫൈഡ് ഇൻ ഹിം എന്നുള്ള കാര്യം. അത് നമ്മുടെ സന്തോഷവും സംതൃപ്തിയും ഒക്കെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അങ്ങനെ ഒരു ചിന്ത വന്നതിനായിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുപ്പത്തിലെ അദ്ദേഹം ഒരു ക്രിസ്ത്യൻ ഫാമിലിയിലാണ് ജനിച്ച് വളർന്നത്. അപ്പം ഈ ദൈവമഹത്വവുമായി എങ്ങനെയാണ് എൻ്റെ സന്തോഷവും സംതൃപ്തിയൊക്കെ ചേർന്ന് വരുന്നത്, അല്ലേ? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, നമ്മുടെ സന്തോഷവും സംതൃപ്തിയും ദൈവനാമമഹത്വവും ഇതെങ്ങനെ ഒരു കണക്ഷൻ ശരിയാവുന്നത്? ഇപ്പോൾ നമ്മുടെ ലൈഫ് പാറ്റേൺ ഒന്ന് ചിന്തിച്ചാൽ മതി. അപ്പോൾ ജോൺ പൈപ്പർ ഈ ഒരു കാര്യം ചിന്തിച്ചിട്ടാണ് ഈ ഒരു ക്രിസ്ത്യൻ ഹീഡണിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് അദ്ദേഹം വന്നത്. അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു രത്ന ചുരുക്കം എങ്ങനെയാണ്? ദൈവത്തെ മാറ്റി നിർത്തിയിട്ടല്ല, ദൈവത്തിൽ നമ്മുടെ ആഴത്തിലുള്ള സന്തോഷം കണ്ടെത്താനാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു ഹീഡണിസം അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫീൽ ഗുഡ് അങ്ങനെ ഒരു ഫീലിംഗ് തരുന്ന കാര്യമല്ല. ദൈവത്തിൽ നമ്മുടെ ആഴത്തിലുള്ള സന്തോഷം കണ്ടെത്താനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നാണ് അവിടെ പറയുന്നത്. നമ്മൾ സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുകയാണെങ്കിൽ, സങ്കീർത്തനം 16:11 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്:
അതിൻ്റെ രണ്ടാമത്തെ ഭാഗത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിൻ്റെ വലത്ത് ഭാഗത്ത് എന്നും പ്രമോദങ്ങളും ഉണ്ട് എന്നാണ്. ഇൻ യുവർ പ്രസൻസ് ദർ ഈസ് ഫുൾനെസ് ഓഫ് ജോയ്. ഫുൾനെസ് ഓഫ് ജോയ് എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്. അപ്പം ആ രീതിയിലൊരു ആഴത്തിലുള്ള സന്തോഷം ദൈവത്തിൽ കണ്ടെത്തുന്നതിനാണ്, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നതെന്നാണ് ക്രിസ്ത്യൻ ഹീഡനിസം നമ്മളോട് പറയുന്നത്. ലോകം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയോ? ലോകത്തിലുള്ള ഒരു റിലീജിയസ് സൈഡിലൊക്കെ വിശ്വസിക്കുന്ന ആൾക്കാരും ഒക്കെ ഒരു ചിന്തിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം തരുന്ന ദാനങ്ങളുണ്ടല്ലോ, ഗിഫ്റ്റുകൾ ആസ്വദിക്കും. അത് പണമായിരിക്കാം, വിനോദമായിരിക്കാം, വിജയങ്ങളായിരിക്കാം. ഈ ഗിഫ്റ്റുകളെ ആസ്വദിക്കും, പക്ഷേ ആരെ ആസ്വദിക്കാൻ മറന്നുപോകും? ആ ഗിഫ്റ്റുകൾ തരുന്ന ഗിവറിനെ ആസ്വദിക്കാൻ. ഗിഫ്റ്റുകൾ ആസ്വദിക്കും, ഗിഫ്റ്റുകൾ തരുന്ന ഗിവറിനെ, ദാനങ്ങളെക്കാൾ ദാതാവിനെ കൂടുതലായിട്ട് ആസ്വദിക്കൂ എന്നാണ് ക്രിസ്ത്യൻ ഹീഡനിസം ഇവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന സമയത്ത് നമ്മൾ നേരത്തെ പറഞ്ഞു, പല വാക്കുകളൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടി വരും. ഡിസയറിങ് ഗോഡ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ബുക്ക്, ജോൺ പൈപ്പറിൻ്റെ ബുക്ക്. ഡിസയർ, പ്ലഷർ, ജോയ്, എൻജോയ്മെൻറ്റ് എന്നുള്ള കാര്യം, ആഗ്രഹം, സന്തോഷം, ആസ്വാദനം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതുമായിട്ട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ്. അതെന്താണെന്നൊന്ന് നമുക്ക് അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ്, അല്ലേ? നല്ലത്, തൃപ്തി, ഈ വാക്കുകളൊക്കെ മൊത്തത്തിൽ എന്താണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലത്, തൃപ്തികരം, മൂല്യമുള്ളതെന്നൊക്കെ നമ്മുടെ ഹൃദയം പറയും. ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഹൃദയം പറയും, ഇത് നല്ലതാണ്, ഇത് മൂല്യമുള്ളതാണ്, ഇത് തൃപ്തി നൽകുന്നതാണ് എന്നൊക്കെ നമ്മുടെ ഹൃദയം പറയുന്ന ഒരു ആകർഷണം, ഹൃദയത്തിൻ്റെ ഒരു ആകർഷണത്തെ ഈ വാക്കുകളെ കൊണ്ട് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാം. ആഗ്രഹം, നല്ല ആഗ്രഹം, സന്തോഷം, ആസ്വാദനം എന്നുള്ള വാക്കുകളിലൂടെ നമുക്ക്. ഇപ്പോൾ ഡിസയർ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിൻ്റെ തുടക്കം എവിടെയാണ്? ഈ എൻജോയ്മെൻറ്റിൻ്റെ തുടക്കം എവിടെയാണ്? ഈ എൻജോയ്മെൻ്റ് എന്ന് പറയുന്ന ഒരു സംഗതി എന്തും ആയിക്കോട്ടെ, ദൈവത്തെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളായിക്കോട്ടെ, ആ എൻജോയ്മെൻ്റെ തുടക്കം എവിടെ നിന്നാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ? ഉള്ളുന്ന, അല്ലേ? ഒരാഗ്രഹം ആദ്യം വേണം, അല്ലേ? അതാണ് ഡിസയർ എന്ന് പറഞ്ഞാൽ. എനിക്കത് വേണം എന്നുള്ള ഹൃദയം പറയുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ ഡിസയർ എന്ന് പറയുന്നത്. അതാണ് തുടക്കം എന്ന് പറയുന്നത്. പിന്നീട് ആ കാര്യം ലഭിക്കുന്ന സമയത്ത് നമുക്ക് സന്തോഷം ഉണ്ടാവും, അല്ലേ? നമ്മൾ ആഗ്രഹിച്ച കാര്യം ലഭിക്കുന്ന സമയത്ത് സന്തോഷം ഉണ്ടാവും. അതിനാണ് നമ്മൾ പ്ലഷർ എന്ന് പറയുന്നത്. സബലീകരിക്കപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഗുഡ് ഫീലിംഗ്, അതിനാണ് നമ്മൾ പ്ലഷർ അല്ലെങ്കിൽ ആ സന്തോഷം എന്ന് പറയുന്നത്. എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത് എന്താണ്? ആസ്വാദനം. ഈ സന്തോഷം, ലഭിച്ച സന്തോഷത്തിൽ ഞാൻ തുടർന്നുകൊണ്ടിരിക്കുന്ന ആ ഒരു കാര്യത്തിനാണ് നമ്മൾ എൻജോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ എൻജോയിങ് ഗോഡ് എന്ന് പറയുന്നത് അങ്ങനെയാണ്. ആദ്യം നമുക്ക് വേണ്ടത് എന്താണ്? ഒരാഗ്രഹം വേണം, അല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം, അങ്ങനെ ഈ പോളിലൊക്കെ നമ്മൾ പ്രകടിപ്പിച്ചത് ആ ഒരു ആഗ്രഹമാണ്. ആ ഒരു കണക്ഷൻ എനിക്ക് വേണം എന്നുള്ള ഒരു ആഗ്രഹമാണ് നമ്മൾ പ്രകടിപ്പിച്ചത്. അത് പിന്നീട് എന്തിലേക്ക് പോകും? അതൊരു സബലീകരിക്കപ്പെടുന്ന, അല്ലേ? അത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോകും. അതിനാണ് നമ്മൾ ഒരു എൻജോയിങ് ഗോഡ് എന്ന് പറയുന്ന അതിൻ്റെ ഒരു മൂന്നാമത്തെ തലത്തിലേക്ക് പോവുക എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് പറയുന്ന സമയത്ത് ഈ ആഗ്രഹങ്ങളും സന്തോഷങ്ങളൊക്കെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് തെറ്റാണോ? അതോ നമ്മളെക്കുറിച്ചൊരു സന്യാസ ജീവിതം നയിക്കാനാണോ ദൈവം ഉദ്ദേശിച്ചത്? എന്തെങ്കിലും ആഗ്രഹങ്ങളും, നല്ല ആഗ്രഹങ്ങളും നല്ല ഡിസയേഴ്സും ഒക്കെ തെറ്റാണോ? അതോ ലോകത്തിലുള്ള ഒന്നും ആഗ്രഹിക്കാതെ ഇങ്ങനെ മുന്നോട്ട് പോകണമെന്നാണോ ദൈവം ആഗ്രഹിക്കുന്നത്? അപ്പോൾ രണ്ട് തരത്തിലുള്ള ഒരു ഡിസയേഴ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് വ്യക്തമാവും. അതിനുള്ള ഉത്തരങ്ങൾ വളരെ വ്യക്തമാവും. രണ്ട് ടൈപ്സ് ഓഫ് ഡിസയേഴ്സാണ്, അതൊന്ന് നമുക്ക് നോക്കാം. ഒന്ന്, കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സ്. നമ്മൾ ഒരു വേഗം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു ടെക്നിക്കൽ ടേമൊന്നുമില്ല. ടെക്നിക്കൽ ടേമായിട്ട് പറഞ്ഞിട്ടുള്ള അഗസ്റ്റിനാണ്. സെയിൻറ്റ് അഗസ്റ്റിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർഡേർഡ് ആൻഡ് ഡിസോർഡേർഡ് പ്ലഷേഴ്സ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഡിസയേഴ്സ് എന്നുള്ള രീതിയിൽ പറഞ്ഞിരുന്നു. നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കുറച്ചുകൂടി പറയാം. അദ്ദേഹം ഓർഡേർഡ് എന്ന് പറഞ്ഞത് കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സ്, സൃഷ്ടിപരമായ ക്രിയാത്മകമായിട്ടുള്ള ഒരു ആഗ്രഹം. അതിൽ എന്തൊക്കെയാണ് വരിക എന്ന് പറയാം. ഇപ്പം നമുക്ക് ദൈവത്തിനടുത്തേക്ക്, നമ്മൾ നേരത്തെ പോളിൽ പറഞ്ഞ പോലെ തന്നെ, നിങ്ങൾ അതിൽ രേഖപ്പെടുത്തിയ പോലെ തന്നെ, ദൈവത്തിനടുത്തേക്ക് നമ്മളെ നയിക്കുന്ന നിലനിൽക്കുന്ന സന്തോഷം എനിക്ക് വേണമെന്നൊക്കെയുള്ള ഒരു ആഗ്രഹത്തിനെയാണ് നമ്മൾ കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ, ദൈവത്തെക്കുറിച്ചും അങ്ങനെയുള്ള സത്യത്തെയും കുറിച്ചൊക്കെ അറിയാനുള്ള ആഗ്രഹം, നല്ല ബന്ധങ്ങൾ ദൈവമായിട്ട് നിലനിർത്താനുള്ള ആഗ്രഹം, അതൊക്കെ കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സാണ്. ഇനി ഞാൻ പറയാതെ നിങ്ങൾക്ക് മനസ്സിലാവും. ഡിസ്ട്രക്റ്റീവ് ഡിസയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? വിനാശകരമായിട്ടുള്ള ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്? ദൈവത്തിൽ നിന്ന് അകലുന്നു, ചെറിയ ചെറിയ സന്തോഷങ്ങൾക്ക് വേണ്ടി, മൊമെൻ്ററി ആയിട്ടുള്ള ഹ്രസ്വ സന്തോഷങ്ങൾക്ക് വേണ്ടി അതിൻ്റെ പുറകിലേക്ക് പോകുന്നു. അത് പിന്നെ നമ്മളെ വലിയ എംപ്റ്റിനെസ്സിലേക്ക്, നിരാശയിലേക്ക് നയിക്കുന്നു. അഡിക്ഷൻസൊക്കെ ആ രീതിയിൽ വരുന്നതാണ്, അല്ലേ?
നമ്മൾ അങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ സ്കൂൾസിലും കോളേജിലൊക്കെ നമ്മളെ ഫ്രണ്ട് സർക്കിൾസിൽ ചിലപ്പോൾ ഉണ്ടാവും. ഡ്രഗ് അഡിക്ഷൻസിലേക്ക് പോകുന്ന, മൊബൈൽ അഡിക്ഷൻ അതിൻ്റെ എക്സ്ട്രീമിലേക്ക് പോകുന്ന, അതുപോലെ ആസക്തികൾ അല്ലേ, തെറ്റായ സെക്ഷൽ ആസക്തികളിലേക്ക്. ഇതൊക്കെ നമ്മൾ പുറമേ കാണുന്ന കാര്യങ്ങളാണ്. ഹൃദയത്തിൻ്റെ വേറെ അവസ്ഥകളുണ്ട്. അഹങ്കാരത്തിൽ നമുക്ക് പല കാര്യങ്ങൾ, ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഡിസയേഴ്സാണ് എന്ന് നമുക്ക് നമ്മൾ ഗലാത്യർ 5 നമ്മൾ ജഡാഭിലാഷങ്ങളെക്കുറിച്ചും ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ചൊക്കെ വായിക്കുന്നുണ്ടല്ലോ. നമ്മളതിലേക്ക് പോകണ്ട, നിങ്ങൾക്ക് ആ ലിസ്റ്റ് ഏകദേശം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അപ്പോൾ ജഡാഭിലാഷങ്ങൾ അവിടെ പറയുന്നത് നിങ്ങളൊന്ന് ഓർമ്മയില്ലെങ്കിൽ 5-ാം അധ്യായം ഒന്ന് ഓടിച്ച് നോക്കിയാൽ മതി. അതിൻ്റെ അവസാന ഭാഗത്തേക്ക് ജഡാഭിലാഷങ്ങളെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഡിസ്ട്രക്റ്റീവ് നേച്ചറിലുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോഴോ ദൈവിക സ്വഭാവങ്ങൾ ഉദ്ദീപിക്കുന്ന, അല്ലേ, നമുക്ക് അങ്ങനെ വേണം, അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്ന് പറയുന്ന സമയത്ത് അല്ലേ, സ്നേഹം, സന്തോഷം, ദീർഘക്ഷമ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ദൈവിക സ്വഭാവങ്ങളിൽ നമ്മളിലേക്ക് വരിക, അല്ലേ. കുറച്ചുകൂടി കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സാണ് ആ കാര്യങ്ങളെന്ന് മനസ്സിലാവും. C.S. ലൂയിസ് അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന ഇങ്ങനെയാണ്: നോട്ട് ഓൾ പ്ലഷേഴ്സ് ഈസ് റോങ്, ഓൺലി ഡിസോർഡേർഡ് പ്ലഷർ ഈസ് ഡേഞ്ചറസ്. ഗോഡ് ഡസൻറ്റ് കിൽ ഡിസയർ, ഹി റീഓർഡേഴ്സ് ഇറ്റ് അല്ലേ. എല്ലാ സന്തോഷവും തെറ്റല്ല. ഡിസോർഡേർഡ് ആയിട്ടുള്ള സന്തോഷമാണ് അപകടകാരി. ദൈവം ആഗ്രഹങ്ങളെ ഇല്ലാതാക്കുന്നില്ല, പക്ഷെ അവയെ ശരിയായ ക്രമത്തിലേക്കാക്കുന്നു, അല്ലേ, ശരിയായ ക്രമത്തിലാക്കും. നമ്മുടെ പഴയ നമ്മൾ രക്ഷിക്കപ്പെട്ട ഒരു സമയത്തേക്ക് ഒന്നിച്ച് തിരിഞ്ഞു നോക്കൂ. നമ്മൾ പലപ്പോഴും ചില സമയത്ത് മറന്നു പോകും, അല്ലേ, നമ്മൾ രക്ഷിക്കപ്പെട്ട ആ ഒരു മൊമെൻറ്റും അപ്പോഴെന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യമൊക്കെ ചില സമയത്ത് മറന്നു പോകും. ഈ രക്ഷിക്കപ്പെട്ട സമയത്ത് ഇതുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളായിട്ട് ചേർത്ത് വെക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നടന്നത്? നമ്മുടെ ഡിസയേഴ്സ് എങ്ങോട്ടേക്കായിരുന്നു, അല്ലേ? നമ്മുടെ ഡിസയേഴ്സ് ടോട്ടൽ ഡിപ്രേവിറ്റി എന്ന ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ട് മിക്കവാറും ഡിസയേഴ്സൊക്കെ ഡിസ്ട്രക്റ്റീവ് നേച്ചറിലുള്ള ഡിസയേഴ്സ് ആയിരുന്നു. എന്നാൽ രക്ഷിക്കപ്പെട്ട സമയത്ത് ദൈവം തന്നെ നമ്മുടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്ന സമയത്ത് അതിന് റീഓർഡർ ചെയ്തു, അല്ലേ, റീഓർഡർ ചെയ്തു. അതാണ് നമ്മൾ കണ്ടത്. അപ്പം നമ്മുടെ ആഗ്രഹങ്ങൾ മാറി, അല്ല, ദൈവവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്വഭാവങ്ങൾ നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മുടെ ആഗ്രഹങ്ങൾ റീഓർഡർ ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഒരു ബിബ്ലിക്കൽ ഒരു 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 സ്റ്റാൻഡും കൂടി നമുക്ക് അറിയാനായിട്ട് ശ്രമിക്കാം. ബൈബിൾ എന്താണ് പറയുന്നത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ഒന്നുകൂടി അറിയാനായിട്ട് ശ്രമിക്കാം. നമ്മളിനി കൺസ്ട്രക്റ്റീവ് ഡിസയേഴ്സിനെ കുറിച്ച് പറഞ്ഞു, ഡിസ്ട്രക്റ്റീവ് ഡിസയർ ഉണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ സോഴ്സ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇപ്പം തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടോ? നിങ്ങളൊന്നും ആഗ്രഹിക്കരുത് എന്ന് ബൈബിൾ എവിടെയും പറയുന്നില്ല. അതിന് പകരം നമ്മുടെ ആഗ്രഹങ്ങളെ ശരിയായ ദിശയിലേക്ക് തിരിച്ചു വിടുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ഓൾറെഡി ഡിസയേഴ്സ് റീഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതങ്ങനെ ഓട്ടോമാറ്റിക്കലി അല്ലെങ്കിൽ ഡിസോർഡേഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് നമ്മുടെ ജീവിതത്തിൽ വരുമ്പം നമ്മളതിനെ മാറ്റിക്കളയേണ്ടതാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. സങ്കീർത്തനം 37:4 നമ്മൾ വായിക്കുമ്പോൾ, സങ്കീർത്തനം 37:4 വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയിൽ തന്നെ രസിച്ചു കൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. ഓക്കെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവസാനത്തെ വാക്യം മാത്രം നമ്മൾ വായിക്കുന്നത് വിചാരിക്കുക, അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. എന്താഗ്രഹങ്ങളും തരുമോ? എന്തോ ആഗ്രഹങ്ങൾ ലഭിക്കണം എന്നുമാണ് അവിടെ പറയുന്നത്. ആലോചിച്ച് നോക്കി, യഹോവയിൽ തന്നെ രസിക്കുന്ന ഒരു മനുഷ്യന്, യഹോവയിൽ തന്നെ എൻജോയ് ചെയ്യുന്ന ഒരു മനുഷ്യന് നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസോർഡേഡ് ഡിസയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? അവന് ഓർഡേഡ് ആയിട്ടുള്ള ഡിസയേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അതാണ് അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം. അത് സ്വാഭാവികമായിട്ടും അവന് ലഭിക്കേണ്ടതാണ് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അവിടെ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവം ആഗ്രഹങ്ങൾക്ക് എതിരല്ല. നമ്മുടെ ആഗ്രഹങ്ങൾ എത്തിച്ചേരുന്നത് ദൈവത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ആഗ്രഹങ്ങൾ തന്നെ നമ്മുടെ ആഗ്രഹമായിട്ട് തീരുന്നു, അല്ലേ? ദൈവത്തിന് നമ്മളെക്കുറിച്ച് നമ്മളെങ്ങനെയായിട്ട് തീരണമെന്നാണോ ദൈവത്തിന് ആഗ്രഹമുള്ളത്, അതിലേക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് മനസ്സിലാവുന്നത്. ദൈവമാണ് ആനന്ദത്തെ അല്ലെങ്കിൽ സന്തോഷത്തെ സൃഷ്ടിച്ചത്. സന്തോഷത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവം തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. സൃഷ്ടിയുടെ ആരംഭത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ദൈവം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ സൃഷ്ടിച്ചത്? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണോ പ്രകൃതിയെ സൃഷ്ടിച്ചത്? സൃഷ്ടി നടന്ന സമയത്ത് എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെന്ന് വിചാരിക്കുക. എന്നിട്ട് അവസാനം ദൈവത്തിൻ്റെ വാചകവും എന്ത്?
സൃഷ്ടിച്ച് കഴിഞ്ഞതിന് ശേഷം എല്ലാം നല്ലത് എന്ന് കണ്ടു എന്ന് പറയുമ്പോൾ അതിലെന്താ ഉള്ളത്? അതിലൊരു എൻജോയ്മെൻ്റ് ഇല്ലേ? അതിലൊരു സന്തോഷമില്ലേ? ഒരു സന്തോഷമുണ്ട് അല്ലേ? അപ്പോൾ എല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്കത് പറയാൻ കഴിയും. ദൈവം കളർഫുള്ളായിട്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? നമ്മളെന്തിനാണ് ബീച്ചിൽ പോയിട്ട് സൺസെറ്റ് കാണുമ്പോൾ നമുക്ക് എന്താ ഉണ്ടാകുന്നത്? ഉള്ളിൽ എന്തോ ഒരു ഫീലിംഗ് വരുന്നത്, ഒരു സന്തോഷത്തിൻ്റെ ഫീലിംഗ് അല്ലേ വരുന്നത്? അത് കാരണം എന്താ? അത് സൃഷ്ടിച്ചത് ആരാണ്? ദൈവമാണ് ആ കാര്യങ്ങളെ സൃഷ്ടിച്ചത് എന്നുള്ള കാര്യം. അവളുടെ പ്രകൃതിയുടെ മറ്റ് അത്ഭുതങ്ങളെയും സൗന്ദര്യത്തെയൊക്കെ നമ്മൾ ദർശിക്കുന്ന സമയത്ത് ഒരു എൻജോയ്മെൻ്റ് ഉണ്ട് അല്ലേ? നമുക്കൊരു എൻജോയ്മെൻ്റ് ഉണ്ട്. ഇതാരാണ്? ഇതിൻ്റെ സോഴ്സ് ആരാണ്? ഇതിൻ്റെ സോഴ്സ് ദൈവം തന്നെയാണ് എന്ന കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ സാത്താന് പക്ഷേ എന്താ ചെയ്യാൻ പറ്റുള്ളൂ ഇതിൽ? സാത്താൻ എന്തെങ്കിലും നല്ല ഡിസൈഴ്സ് അല്ലെങ്കിൽ ഇങ്ങനെ സന്തോഷത്തെ സൃഷ്ടിക്കുന്ന ഒരു ആളാണോ? സാത്താന് സന്തോഷത്തെ സൃഷ്ടിക്കാനായിട്ട് പറ്റുമോ? സാത്താന് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്നറിയോ? ദൈവം ഓൾറെഡി സന്തോഷം അവിടെ ഉണ്ട്. ആ സന്തോഷത്തെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതിന് സന്തോഷ ആനന്ദാവസ്ഥ ഇല്ലാതാക്കുന്നതിന്, വക്രീകരിക്കുന്നതിന് മാത്രമേ സാത്താന് കഴിയുള്ളൂ എന്നുള്ള കാര്യം നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പോൾ ദൈവമാണ് യഥാർത്ഥ സന്തോഷത്തിൻ്റെ സ്രോതസ്സ്. അതാണ് നേരത്തെ നമ്മൾ സങ്കീർത്തനം 16:11 നമ്മൾ വായിച്ചത്. അവൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത ഉണ്ട് എന്നുള്ള കാര്യം. അതുപോലെ ഫിലിപ്പിയർ 4:4 നമ്മൾ അവിടെ വായിക്കുന്നത് ആനന്ദിക്കുക, കർത്താവിൽ ആനന്ദിക്കുക എന്ന കൽപ്പനയാണ്. ദൈവം കമാൻഡ് ചെയ്തിരിക്കുകയാണ്. സന്തോഷിക്കുക എന്ന് ദൈവം കമാൻഡ് ചെയ്തിരിക്കുകയാണ്. അതേപോലെ എഫേസ്യർ 5:18 മുതൽ 20 വരെയുള്ള വാക്യങ്ങളിൽ ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകതകൾ നമ്മളവിടെ വായിക്കുന്നുണ്ട്. നിങ്ങൾ പിന്നീട് നോക്കിയാൽ മതി. അവിടെയും കാണുന്നത് എന്താണെന്നറിയോ? ആ ഒരു ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ പ്രത്യേകത സന്തോഷവും ആനന്ദവും സംതൃപ്തിയും ഒക്കെയാണ് അവിടെ പ്രതിഫലിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാവുന്നതെന്നുള്ളത് ഇതേ കാര്യം കൊലോഷ്യൻസ് 3:16-17 കണക്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ആത്മാവിൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയായിട്ട് തീരും. അപ്പോൾ ദൈവവചനത്തിൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തിയുടെ ദൈവവചനം പഠിക്കുകയും അതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുകയും അതിനാൽ സ്വാധീനിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തി സന്തോഷവും ആനന്ദവും സംതൃപ്തിയൊക്കെ. അതിൻ്റെ അർത്ഥം എന്താ? ദൈവവചനം പഠിക്കുകയും അതിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന കാര്യം എന്നതാ? ഞാൻ ദൈവത്തെ കൂടുതലായിട്ട് അറിയുകയും ചെയ്യുന്നു അല്ലേ? ദൈവത്തെ കൂടുതലായിട്ട് അറിയാനുള്ള വേറെ മാർഗം എന്താണ്? ദൈവവചനം അല്ലാതെ വേറെ മാർഗങ്ങളില്ല. അപ്പോൾ ദൈവവചനത്തിലൂടെ ദൈവത്തെ ഞാൻ കൂടുതലായിട്ട് അറിയുന്നു, ചില കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അതെന്നെ സ്വാധീനിക്കാനായിട്ട് തുടങ്ങുന്നു. ആ സ്വാധീനങ്ങൾ എൻ്റെ കൺവിക്ഷൻസായിട്ട്, എൻ്റെ ബോധ്യങ്ങളായിട്ട് മാറുന്നു. അതെൻ്റെ അനുസരണമായിട്ട് മാറുന്നു. അങ്ങനെ ഞാൻ പതുക്കെ ഇതൊരു സുപ്രഭാതത്തിൽ നടക്കുന്നതല്ല, പതുക്കെ എൻജോയ് ചെയ്യുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പ് അല്ലേ, ദൈവവചനത്തിലൂടെ എൻ്റെ ദൈവത്തെ ഞാൻ കൂടുതൽ അടുത്തറിയുകയും ആ റിലേഷൻഷിപ്പ് ഞാൻ എൻജോയ് ചെയ്യുകയും ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവും സന്തോഷത്തിൻ്റെ ഉപജ്ഞാതാവ് ദൈവമാണ്, ആനന്ദത്തെ നിർവചിക്കുന്നത് ദൈവമാണ്, സന്തോഷം നിലനിർത്തുന്നത് ദൈവമാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലഷർ എന്ന് പറയുന്നത്. ദൈവമാണ് ഏറ്റവും ഹയസ്റ്റ് പ്ലഷർ എന്ന് നമുക്ക് മനസ്സിലാവും. ഈ ഉന്നതമായിട്ടുള്ള സന്തോഷത്തെ, പരമാനന്ദത്തെ നമ്മൾ അന്വേഷിക്കുന്നുണ്ടോ എന്നാണ് അടുത്ത ഒരു ചോദ്യം. ദൈവത്തെ നമ്മൾ ആസ്വദിക്കുന്നവരാണോ? ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു പോകുന്നുണ്ട് അല്ലേ? ദൈവം ചിലപ്പം അങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് എത്രത്തോളം ദൈവമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ചർച്ച് ലൈഫ്, സഭയിൽ നമ്മൾ പോകുന്നുണ്ട്, ബൈബിൾ ക്ലാസ്സുകളിൽ നമ്മൾ പങ്കെടുക്കുന്നുണ്ട് അല്ലേ? അങ്ങനത്തെ നമുക്കൊരു സ്പിരിച്വൽ ലൈഫ്, നമ്മുടെ സ്പിരിച്വൽ ലൈഫിനെ കുറിച്ച് നമുക്കറിയാം. ഇതൊക്കെ വളരെ നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ? അത് നമുക്കൊരു ബോറിംഗ് ആയിട്ടാണോ തോന്നുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അനിയൻ്റെ മകൻ, അവനെ അങ്ങനെ ചർച്ചിൽ വരുന്ന ഒരു കുട്ടിയല്ല, ചെറിയ 6 വയസ്സുള്ള കുട്ടിയാണ്. 6 വയസ്സുള്ള കുട്ടിയെ ഞാൻ കഷ്ടപ്പെട്ട് ചർച്ചിൽ കൊണ്ടുപോയ സമയത്ത് ഇവന് പാട്ട് പാടുന്ന സമയത്ത് മാത്രം അടങ്ങിയിരിക്കും. പാട്ട് ഇഷ്ടമാണ്. പാട്ട് പാടുന്ന സമയത്ത് പാട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പം ഇവനെ ഇരിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിക്കും, എന്താ മോനെ, എന്താ ഇവനെ അപ്പോൾ ചെറിയ കുട്ടിയല്ലേ, ചെറിയ കുട്ടിക്കൊക്കെ കള്ളമില്ലല്ലോ ഉള്ളിൽ. എനിക്ക് ബോറടിക്കുന്ന അങ്കിളെ എന്ന് പറഞ്ഞു. എനിക്ക് ബോറടിക്കുന്ന അങ്കിളെ ചർച്ചിൽ. കാരണം എന്താ? അവനെ ബോറടിക്കുന്ന എന്തുകൊണ്ടായിരിക്കും? അവന് ഇതുമായിട്ടൊന്നും ഒരു കണക്ഷൻ വരുന്നില്ല. അവൻ്റെ ഹൃദയത്തിൽ അവന് ഒരു 6 വയസ്സുള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒരു കണക്ഷൻ വേണ്ടേ? ഒരു കണക്ഷൻ ഇല്ലാത്തയിടത്ത് അവനത് ബോറടി ആയിട്ടാണ് തോന്നുന്നത്. അപ്പം നമുക്ക് അങ്ങനെ നമ്മുടെ സഭാ ജീവിതവും സഭാ മീറ്റിങ്ങും നമ്മുടെ സ്പിരിച്വൽ ലൈഫും അതൊക്കെ ഒരു ബോറിംഗ് ആയിട്ടാണോ, അതൊരു എൻജോയ്മെൻറ്റ് നമുക്കുണ്ടോ എന്നൊന്ന് നമുക്ക് ചിന്തിക്കാം. എന്താണ് നമ്മളെ അതിൽ നിന്നും തടയുന്നത്?
ഒരു താല്പര്യവും തോന്നുന്നില്ല എങ്കിൽ എന്താണ് നമ്മളെ അതിൽ നിന്ന് തടയുന്നത്? ഞാൻ ആദ്യമായിട്ട് പറയട്ടെ, അത് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് വേദനിക്കുമോ എന്നറിയില്ല. ഒരു താല്പര്യവും തോന്നുന്നില്ല എങ്കിൽ ഒരു ഡിസയറും ഇല്ല. ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ചർച്ച് മീറ്റിംഗ്, അതൊക്കെ ദൈവമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലോ. ദൈവത്തെ എൻജോയ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കിതൊക്കെ ബോറടിയായിട്ട് തോന്നും. നമ്മളിത് എത്ര നന്നായി ചെയ്താലും, ഇല്ലേ? ഇപ്പോൾ ഇവിടെയുള്ള ജെന്നി നിങ്ങളെ കുറച്ചൊക്കെ ഒന്ന് ഇളക്കി മറിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തി, അല്ലേ? തുടക്കമായതുകൊണ്ടായിരിക്കും, പിന്നെ ഒരു പുതിയ സ്ഥലമൊക്കെ ആയതുകൊണ്ടായിരിക്കും. ജെന്നിക്കൊന്നും തോന്നരുത് കേട്ടോ. അങ്ങനെ ഇളക്കി അങ്ങ് മറിഞ്ഞില്ല നമ്മൾ, അല്ലേ? പിന്നെ ഞാനൊക്കെ അങ്ങനെയുള്ളൊരു സ്വഭാവമുള്ള ആളാണ്, അങ്ങനെ ഇളകി മറിയുന്ന ഒരാളല്ല. സ്വഭാവത്തിൻ്റെ കുറേ പ്രത്യേകതകളുണ്ട്. കൈ അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കൈ അടിക്കാൻ തോന്നുള്ളൂ. കുറേയൊക്കെ സ്വഭാവത്തിൻ്റെ പ്രത്യേകതകളുമുണ്ട്, മനസ്സിൽ താല്പര്യമില്ലാഞ്ഞിട്ടല്ല. അപ്പോൾ അങ്ങനെ എത്രത്തോളം ഇളക്കി മറിക്കാൻ പറ്റും നമുക്ക്? നമ്മൾ വിചാരിക്കുക ചർച്ച് മീറ്റിംഗ്, ആ മ്യൂസിക്കൽ ആ ഒരു പരിപാടി ഉണ്ടല്ലോ, സോങ്സ്, അത് വേണ്ടാന്നല്ല കേട്ടോ. അത് നന്നായി ചെയ്യണം. നമുക്ക് ദൈവം തന്ന കഴിവുകൾക്കനുസരിച്ച് ഏറ്റവും മാക്സിമം നന്നായിട്ട് നമ്മൾ ചെയ്യണം. അത് വേറെ ചിന്ത. പക്ഷേ നമുക്ക് ഇങ്ങനെ ഒരു മനുഷ്യനെ ഉത്തേജിപ്പിച്ച് എൻജോയ്മെൻറ്റ് കൊടുത്ത് എത്രത്തോളം പിടിച്ചു നിർത്താൻ പറ്റും? ഉള്ളിൽ ആ എൻജോയ്മെൻ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ, ഞാൻ കർത്താവിനെ, എൻ്റെ ദൈവത്തെ എൻജോയ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ഇത് വേറെ പലർക്കും ബോറടിയായി തോന്നുമ്പോഴും എനിക്ക് ആരാധന എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാര്യം എന്താ? ഇവിടെ സത്യം പറഞ്ഞാൽ ചർച്ച് ചിലപ്പോൾ ഇതായിരിക്കും, എന്താണ്, ഡ്രൈ ആയിരിക്കും. ഉള്ള കാര്യം ചില സ്ഥലങ്ങളിൽ പാട്ടൊക്കെ വളരെ ഡ്രൈ ആണ്, ട്യൂൺ എന്ന് പറഞ്ഞ സംഗതിയില്ല. ചിലപ്പോൾ എനിക്ക് ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്യാം. പക്ഷെ ആ സമയത്തും എനിക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? ആ മനുഷ്യൻ്റെ എൻജോയ്മെൻറ്റ് ഈ കൈകൊട്ടലിലും പാട്ട് പാടലിലും അതുണ്ടാക്കുന്ന എൻജോയ്മെൻറ്റിലും അല്ല. ദൈവത്തെ ഒരു ആഴ്ച മുഴുവൻ എനിക്കൊരു എൻജോയ്മെൻറ്റ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ദൈവമായിട്ടുള്ള ഒരു ബന്ധമുണ്ടല്ലോ, ആ ബന്ധം എന്നെ നിർബന്ധിക്കുകയാണ്, അല്ലേ? അത് എൻ്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ് ഞാൻ ആരാധനയ്ക്ക് വരുമ്പോൾ എന്നെ ആ രീതിയിൽ എൻജോയ്മെൻറ്റ് എനിക്ക് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു താല്പര്യവും നമുക്ക് തോന്നുന്നില്ല എന്ന് വിചാരിക്കാം. ഒരു താല്പര്യവും. വെറുതെ വന്നിരിക്കുന്നു, ബൈബിൾ ക്ലാസ്സിലാണെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് അവരെ നാണം കെടുത്തണ്ട എന്ന് വിചാരിച്ചിട്ട് വരുന്നു എന്നുള്ള രീതിയിൽ ഉള്ള ഒരു രീതിയിലാണ് നമ്മുടെ ഹൃദയമെങ്കിൽ നമ്മൾ റീ ഓർഡർ ചെയ്തിട്ടുണ്ടോ? നമ്മൾ ഡിസയേഴ്സ് റീ ഓർഡർ ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മൾ ഒന്നുകൂടി നമ്മളെ തന്നെ പരിശോധിക്കണം, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്ന്. പ്രത്യേകിച്ച് രക്ഷിക്കപ്പെട്ട മാതാപിതാക്കളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന ഞാനങ്ങനെ വന്നതാണ്. എനിക്കറിയാം കുറേ കാലം നമ്മളിങ്ങനെ ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പോവും, ഒരു റിലീജിയൻ്റെ ഭാഗമായിട്ട് തന്നെ പോവും. ഇത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഞാൻ ശരിയായിട്ട് രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? ആ ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം റിയലായിട്ട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് ഞാൻ ചെക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇനി രണ്ടാമതായിട്ടുള്ള പറയാം, എനിക്ക് ആ ബന്ധമൊക്കെ ഉണ്ട്, എനിക്ക് ആ ഉറപ്പുണ്ട്, കൃത്യമായിട്ടുള്ള ഉറപ്പുണ്ട്. ഞാൻ രക്ഷിക്കപ്പെട്ടാണ്, കർത്താവുമായിട്ടുള്ള ഹൃദയപരമായിട്ടുള്ള ബന്ധം എനിക്കുണ്ട് എന്നുള്ള ഉറപ്പുണ്ട്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് കഴിയുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മാതാപിതാക്കൾ വിശ്വാസികളായിട്ടുള്ള ഭവനങ്ങളിൽ ജനിച്ചു വളർന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ അറിയാം. എന്നാൽ അറിയാതെ ദൈവത്തെക്കുറിച്ച് ചില മിഥ്യാധാരണകൾ നമുക്ക് വന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഈ മിഥ്യാധാരണകൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ റൈറ്റ് പാത്തിലാണെന്ന്. പക്ഷേ ഈ മിഥ്യാധാരണകൾ നമുക്കൊരു സന്തോഷമില്ലാത്ത അവസ്ഥ. എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, അല്ലേ? ഈ ദൈവമായിട്ട് ബന്ധപ്പെട്ട നമുക്കറിയുന്ന എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നുണ്ട്. ബൈബിൾ വായിക്കുന്നുണ്ട്, ചർച്ചിൽ പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ഒക്കെ ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്താണ്, എവിടെയോ ഒരു മിസ്സിങ് പോലെ, എവിടെ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ ഉണ്ടോ എന്ന് നമുക്ക് ശ്രദ്ധിക്കാം. അതും ദൈവത്തെ ആസ്വദിക്കുന്നതിൽ നിന്ന്, എൻജോയ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടയാം. അതിൽ ചില കാര്യങ്ങൾ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് നമുക്ക് ഈ സെഷൻ നമുക്ക് ക്ലോസ് ചെയ്യാം. എന്താണ് നമ്മളെ ഹോൾഡ് ബാക്ക് ചെയ്യുന്നത്? ദൈവത്തെ എൻജോയ് ചെയ്യുന്നതിൽ നിന്നും തടസ്സപ്പെടുത്തുന്ന കാര്യം എന്താണ്? ആദ്യമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ലീക്കിംഗ് റിലീജിയൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നിങ്ങൾക്ക് അവിടെ ചിത്രം കാണുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെ ചിത്രം അവിടെ കാണുന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ബക്കറ്റുണ്ട്.
ആ ബക്കറ്റിൽ ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെള്ളമാണെങ്കിൽ വെള്ളം ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് കുറേ ഹോൾസ് ഉള്ളതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? ലീക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു 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 ലീക്കിംഗ് റിലീജിയനിൽ നമ്മളായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അല്ലേ? ചില നമ്മൾ ദൈവത്തെ കാണുന്നത് ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ടാണ്. ചില ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുക. രാവിലെ എഴുന്നേറ്റിട്ട് കൃത്യമായിട്ട് ബൈബിൾ അങ്ങനെ ചെയ്യേണ്ടതെന്നല്ല കേട്ടോ, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ എടുക്കരുത്, അതിന് നേരെ മറുവശം എടുക്കരുത്. ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമാണ് ഇത് കേൾക്കുന്നത്. ഇങ്ങനെ പറയുമ്പോഴേ ഇത് കേൾക്കാൻ ഇഷ്ടമാണ്. കാര്യം എന്താ? ബൈബിൾ സ്വാഭാവികമായിട്ടും വായിക്കുന്നതിനും ഈ പ്രായത്തിൽ, ഞാൻ എന്നെ കുറിച്ച് ഈ പ്രായത്തിലാണല്ലോ നമ്മളൊക്കെ വന്നത്. നമുക്കറിയാം ഈ പ്രായത്തിൽ ഭയങ്കര എൻജോയ് ചെയ്ത് ബൈബിൾ വായിച്ച ആളുകളൊന്നുമല്ല. എനിക്ക് അങ്ങനെ പറയാനും പറ്റില്ല. പക്ഷേ പിന്നീട് നമ്മുടെ ജീവിതങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ബൈബിൾ വായിക്കണ്ടേന്ന് വിചാരിച്ചു ആരെങ്കിലും, ഞങ്ങളുടെ കാലഘട്ടത്തിൽ പ്രശ്നം എന്താണെന്ന് അറിയോ? ഈ മുതിർന്ന ആൾക്കാർ ഇപ്പം നിങ്ങളോടൊന്നും അങ്ങനെ ചോദിക്കുന്നുണ്ടാവില്ല. ഞായറാഴ്ച ഞാൻ വിളിച്ച് ചോദിക്കും, ബൈബിൾ വായിച്ചോ? ബൈബിൾ വായിച്ചു എന്ന് നമ്മൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോദിക്കും, ഏത് പോർഷനാണ് വായിച്ചത്? ഏത് പോർഷനാണ്? അപ്പോൾ പിന്നെ കുറേ വായിച്ചിട്ടില്ലെങ്കിൽ വെറുതെ എന്ത് പറയണം? കളവ് പറയേണ്ട അവസ്ഥകൾ വരെ ആവശ്യമില്ലായിട്ട് അന്ന് പേടിയുടെയോ എന്തൊക്കെയോ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ്. ഇല്ലെങ്കിൽ ഇല്ല, ഉണ്ടെങ്കിലുണ്ട്. ഇത് നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്? ഡ്യൂട്ടി. അപ്പോൾ ഈ ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ചർച്ചിൽ കൃത്യമായിട്ട് പോകുന്നു, പ്രാർത്ഥനകൾക്ക് കൃത്യമായിട്ട് പങ്കെടുക്കുന്നു. എനിക്ക് പേഴ്സണലി ഡയറി വെച്ചിട്ട് കൃത്യമായിട്ടൊരു പ്രാർത്ഥന സമയങ്ങളുണ്ട്. കൃത്യമായിട്ട് ഞാൻ ബൈബിൾ വായിക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. ഒരു റെസ്പോൺസിബിലിറ്റി ഓറിയൻറ്റഡ് ആയിട്ട്, ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ട്. ഈ ഡ്യൂട്ടി ചെയ്യുന്നതിലാണ് എൻ്റെ സന്തോഷം. ഈ കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നതിലാണ് സന്തോഷം. അതിൻ്റെ അർത്ഥം ഇതൊന്നും ചെയ്യേണ്ടെന്നല്ല. ഞാനറിയാം നമുക്കത് മറ്റേ അറ്റത്ത് എടുക്കാൻ വേണ്ടിയിട്ട് വളരെ ഇഷ്ടമാണ്. അത് ചെയ്യേണ്ടെന്നല്ല അർത്ഥം. പക്ഷേ ഇതൊക്കെ ചെയ്തിട്ട് ഒരു സന്തോഷമില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എവിടെയോ ഒരു മിസ്സിങ്. അപ്പോൾ അവിടെ എന്താണ് പ്രശ്നമെന്നാണ് അവിടെ പറയുന്നത്. ശരിക്കും ഇങ്ങനെ ചെയ്യാനാണോ? ഇങ്ങനെ ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ട് ഒരു റെസ്പോൺസിബിലിറ്റി, ഒരു ഉത്തരവാദിത്തം എന്നിൽ കിടക്കുന്നതുകൊണ്ട് ഞാൻ ചെയ്യുന്നു അല്ലേ? അല്ലെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങളൊക്കെ സഹായിക്കുന്നതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു എന്നുള്ള രീതിയിലാണോ നമ്മൾ ചെയ്യേണ്ടത്? ബൈബിൾ എന്താ പറയുന്നത് അറിയാം? 34:8, സങ്കീർത്തനം 34:8 നമ്മൾ പറയുന്നത്, ടേസ്റ്റ് ആൻഡ് സീ ദാറ്റ് ദ ലോർഡ് ഈസ് ഗുഡ്. ടേസ്റ്റ് ആൻഡ് സീ അല്ലേ? അവിടെ പറഞ്ഞിരിക്കുന്നത് സ്റ്റഡി ആൻഡ് സീ എന്നാണോ? അല്ലെങ്കിൽ ഒബേ ആൻഡ് സീ എന്നാണോ? ഒബേ ചെയ്യേണ്ടെന്നല്ല കേട്ടോ അതിൻ്റെ അർത്ഥം. നമ്മൾക്ക് ഇതൊക്കെ ചെയ്യുമ്പോഴാണ് ടേസ്റ്റ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ? നിങ്ങൾ പാരഗൺ അറിയായിരിക്കുമല്ലോ. പാരഗൺ ഹോട്ടൽ അറിയാം. പാരഗൺ ബിരിയാണി വളരെ ഫേമസ് ആണ്. പാരഗൺ ബിരിയാണി ഫേമസ് ആണ്, അത് നല്ലതാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ അത് വെറുതെ കണ്ടുകൊണ്ടിരുന്ന് നടക്കുമോ? അത് ടേസ്റ്റ് ചെയ്താലേ അതിൻ്റെ രുചി നമുക്ക് കൃത്യം. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പറയുകയാണ് അല്ലേ? അല്ലെങ്കിൽ വേറെ ആൾക്കാരോട് പറയുകയാണ്, ഇത് നല്ലതാണ്, നല്ല ബിരിയാണിയാണ്, ഇനിയും എനിക്ക് കഴിക്കണം എന്നുള്ള ചിന്ത വരിക. ഇനി എനിക്ക് ഈ ബിരിയാണി കഴിക്കണം, പാരഗണിൽ നിന്ന് ബിരിയാണി കഴിക്കണം എന്നുള്ള ചിന്ത വരുന്നത് എന്തുകൊണ്ടാണ്? ഞാൻ ടേസ്റ്റ് ചെയ്തത് നല്ലതാണെന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്ക് തോന്നിയിട്ടാണ്. അല്ലെങ്കിൽ എൻ്റെ വയറ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് പാരഗണിൽ നിന്ന് ഒരു ബിരിയാണി കഴിച്ചേക്കാം. അങ്ങനെ അതാണ് രണ്ട് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു ഡ്യൂട്ടി ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ഈ കാര്യങ്ങളെ കാണുന്ന സമയത്ത് ദൈവം ഒരു ബോറിംഗ് ആയിട്ട് നമുക്ക് തോന്നും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ബോറിംഗ് ആയിട്ട് തോന്നാനായിട്ടുള്ള കാര്യമുണ്ട് അല്ലേ? ശരിക്കും എന്താ അവിടെ സംഭവിക്കുന്നത്? ദൈവം ബോറിംഗ് ആയതുകൊണ്ടാണോ? നമ്മുടെ ടേസ്റ്റ് എന്ത് സംഭവിച്ചു? നമ്മുടെ ടേസ്റ്റിന് എന്ത് സംഭവിച്ചു? ടേസ്റ്റിന് നമ്മൾ ചിന്തിക്കാതെ രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ക്രിക്കറ്റും കണ്ടുകൊണ്ട് ചിപ്സ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് അമ്മയാണെങ്കിൽ അമ്മ നല്ലൊരു ഭക്ഷണം കൊണ്ടു തന്നു, നല്ല ഒരു ഉച്ചയൂണ് നമുക്ക് കൊണ്ടു തന്നു. എനിക്കത് കഴിക്കാൻ തോന്നുന്നില്ല. ആ ഉച്ചയൂണ് മോശമായതുകൊണ്ടാണോ? ആ മീൽസ് മോശമായതുകൊണ്ടാണോ? അല്ല. കാര്യം എന്താ? ഞാൻ ഓൾറെഡി എൻ്റെ വയറ് മുഴുവൻ ഈ ചിപ്സ്, ഒരു ജങ്ക് ഫുഡ് കഴിച്ചിട്ട് ഞാൻ നിറച്ച് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മറ്റ് നല്ല ഫുഡിൻ്റെ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ടേസ്റ്റ് എനിക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതിൽ നമുക്ക് മനസ്സിലാവുന്നത്. ഇതാണ് നമ്മുടെ ജീവിതങ്ങളിൽ പലപ്പോഴും നടക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ എന്തുകൊണ്ട് നിറഞ്ഞിരിക്കണമോ അത് നിറഞ്ഞിരിക്കാതെയും, പലപ്പോഴും ചിലപ്പോൾ റീൽസ് ആയിരിക്കാം, ഗെയിമിംഗ് ആയിരിക്കാം, കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ കമ്പാരിസൺസ് അത് വന്നിട്ട് എന്നെ തകർക്കുന്നതായിരിക്കാം, റോങ് ആയിട്ടുള്ള എംബിഷൻസ് ആയിരിക്കാം, പല ഡിസ്ട്രാക്ഷൻസ് ആയിരിക്കാം. ഇതൊക്കെ ഒരു ജങ്ക് ഫുഡ് പോലെയാണ് അല്ലേ? ഇത് നമ്മളെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ
പിന്നെ നമുക്ക് എന്ത് ബോറിംഗ് ആയിട്ട് തോന്നും? ബൈബിളും ദൈവവചനവും പ്രാർത്ഥനയും ഒക്കെ നമുക്ക് ബോറിംഗ് ആയിട്ട് തോന്നാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദൈവം ബോറിംഗ് ആയതുകൊണ്ടല്ല, പക്ഷെ നമ്മുടെ വിശപ്പില്ലാതെ പോയി, അല്ലേ? നമുക്ക് വിശപ്പില്ലാതെ പോയി എന്നുള്ളതാണ് അതിന് കാരണം എന്ന് പറയുന്നത്. രണ്ടാമത്, അപ്പം ഒരു ലീക്കിംഗ് റിലീജിയൻ, ആ ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടിയല്ലോ. നിറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞാൻ ബൈബിൾ വായിച്ച എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പക്ഷെ അടിയിൽ നിന്ന് വേറെ രീതിയിൽ ഒരു എംപ്റ്റിനെസ് ഫീൽ ചെയ്യുന്ന അവസ്ഥ. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കണക്ഷൻ ബേസ്ഡ് ആയിട്ടല്ല, റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടല്ല എൻ്റെ ബന്ധം, കർത്താവുമായിട്ടുള്ള ബന്ധം. അതെങ്ങനെയാണ് എൻ്റെ ബന്ധമെന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമുക്കുള്ളിലേക്ക് തന്നെ ചിന്തിച്ച് നോക്കാം. രണ്ടാമതായിട്ട് നമുക്ക് എന്താണ് എന്നെ അതിൽ നിന്ന് മാറ്റുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തെ ഒരു വെൻഡിങ് മെഷീനായിട്ട് ആയിട്ടുള്ള സാധ്യതയുണ്ട്. മലയാളത്തിൽ നമുക്ക് വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ ദൈവത്തെ വെറും ഒരു കാര്യസ്ഥനായിട്ട് കാണുക. കാര്യസ്ഥനെ കൊണ്ട് എന്താ നമുക്ക് കാര്യമുള്ളത്? എന്തെങ്കിലും കാര്യങ്ങൾ നേടിത്തരുന്ന ഒരാളായിട്ട് മാത്രം അത്ര അധപതിച്ച് നമ്മൾ ദൈവത്തെ കാണുക. വെൻഡിങ് മെഷീൻ്റെ പ്രത്യേകത എന്താ? നമ്മൾ പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വെൻഡിങ് മെഷീൻ നിങ്ങൾക്ക് അവിടെ കാണാമല്ലോ. പൈസ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൊക്കക്കോള ലഭിക്കും, പെപ്സി ലഭിക്കും, അല്ലെങ്കിൽ മറ്റ് വേറെ എന്തെങ്കിലും പിന്നെ സ്നാക്സ് ആണെങ്കിൽ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഞാൻ പ്രാർത്ഥിക്കുന്നു, എനിക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുന്നു, എനിക്ക് ദൈവത്തോട് സ്നേഹമുണ്ട്. ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലോ, ദൈവത്തിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ലെങ്കിലോ ഞാൻ തിരിഞ്ഞു പോകും. ഈ ദൈവം എനിക്ക് വേണ്ട, അല്ലെങ്കിൽ എനിക്ക് ദൈവത്തോട് ഇഷ്ടക്കേട് വന്നു തുടങ്ങും. അപ്പോൾ അതിനാണ് ദൈവം ഒരു മെഷീനല്ല. നമ്മൾ പൈസ ഇട്ട് എന്തെങ്കിലും സാധനങ്ങൾ എടുക്കുന്ന, നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ പൈസ ഇട്ട് ബ്ലെസ്സിങ്സ് വാങ്ങുന്ന, അല്ലേ? അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിണങ്ങിപ്പോകുന്ന, അങ്ങനെ ഒരു മെഷീനല്ല ദൈവം എന്ന് പറയുന്നത്. ദൈവമായിട്ട് നമുക്ക് എന്താ ഉള്ളത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു റിലേഷൻഷിപ്പാണ്, അല്ലേ? ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ദൈവത്തെ കാണേണ്ടത്. ഈ രീതിയിൽ നമുക്ക് കണ്ടുപോയി കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങൾ നേടിത്തരാനായിട്ടുള്ള ആളോ, അല്ലെങ്കിൽ ഞാൻ ഇന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ വേറൊരു കാര്യം പറയാം, ദൈവത്തെ ഭയപ്പെടുക എന്ന് പറയുന്നത് ചിലപ്പോൾ റോങ് ആയിട്ട് നമ്മുടെ ദൈവത്തെ ഭയപ്പെട്ടിട്ടാണ് ഞാൻ പോകുന്ന വഴിക്ക്, അല്ലേ? ഇന്ന് ഞാൻ രാവിലെ ബൈബിള് വായിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു, എന്നാലും വായിച്ചില്ല. പോകുന്ന വഴിക്ക് ഒരു ചെറിയ ബുദ്ധിമുട്ട് വന്നു, ചെറിയ ആക്സിഡൻറ്റ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ കണക്ട് ചെയ്യാൻ തുടങ്ങും. ഞാൻ ഇന്ന് രാവിലെ ഈ കാര്യങ്ങൾ അതിനർത്ഥം എന്താ? ചെയ്യേണ്ടെന്നാണോ? ഞാൻ ഈ കാര്യങ്ങൾ രാവിലെ ചെയ്യാത്തതുകൊണ്ട് ഈ ദൈവം എന്നെ ശിക്ഷിക്കുന്നതിനായിട്ട് ഈ കാര്യങ്ങൾ ചെയ്ത് കണ്ടോ? അപ്പം നമുക്ക് ആ ദൈവമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്, അല്ലേ? ദൈവത്തിനെ ഒരു എവിടെയോ നിൽക്കുന്ന ഒരു ഡിക്റ്റാക്ടറായിട്ട് കണ്ടുകൊണ്ട് പറയുന്ന എല്ലാ കാര്യങ്ങളും, അല്ലേ, ആജ്ഞകൾ തരുന്നു, ഞാൻ അനുവർത്തിക്കുന്നു. അതെന്താ വ്യത്യാസം? ആജ്ഞകൾ തരുന്നു, അനുവർത്തിക്കുന്നു എന്നുള്ളതും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ദൈവമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ബന്ധത്തിൻ്റെ അതിൻ്റെ ഫൗണ്ടേഷൻ വെച്ചിട്ടാണ്, അല്ലേ? അപ്പോൾ ആ ഒരു റിലേഷൻ വരുമ്പോൾ എന്താ പ്രത്യേകത? എൻജോയ്മെൻറ്റ് മാറി, അല്ലേ? എൻജോയിങ് എന്ന് പറയുന്ന ഒരു സംഭവം വരുന്ന അപ്പോഴാണ്. മറ്റേതിൽ ആ എൻജോയിങ് എന്നുള്ളതല്ല, ഭയം, തെറ്റായ ഭയം കൊണ്ട് നമ്മൾ ദൈവത്തെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ശരിക്കും ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാം? വലിയൊരു വിരുന്നാണ്. നമ്മൾ പറയുകയാണ് എനിക്ക് വിരുന്ന് വേണ്ട, ഈ വലിയ ഫീസ്റ്റ് ദൈവം ഒരുക്കുക. ദൈവം എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഫീസ്റ്റാണ്. ആ വലിയ ഫീസ്റ്റിന് എനിക്ക് വേണ്ട, എനിക്ക് ചെറിയ സ്നാക്ക് മതി എന്നിപ്പോൾ പറയുന്ന രീതിയിൽ ചിലപ്പോൾ നമ്മൾ ആയി പോകാനായിട്ടുള്ള സാധ്യത. ലൂക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൽ നിങ്ങൾക്ക് അവിടെ ഒരു ഉപമ കാണാനായിട്ട് കഴിയില്ല. ഒരു വലിയ വിരുന്ന് ഒരുക്കിയിട്ട് ആളുകളെ വിളിക്കുന്ന കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പോൾ കുറേ വിളിച്ച ആൾക്കാരൊന്നും വന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഞാൻ പെട്ടെന്ന് പറയട്ടെ. അപ്പോൾ ഒരാൾ പറഞ്ഞു, എന്താണ്, എനിക്ക് ജോലിയുണ്ട്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. മറ്റൊരാൾ, ഞാൻ ഒരു സ്ഥലം വാങ്ങിയിട്ടുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞു. മൂന്നാമത്തെ ആൾ പറഞ്ഞു, ഞാൻ കല്യാണം കഴിച്ചിരിക്കുകയാണ്, ബിസിയാണ്, വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു, അല്ലേ? അവർ ഫുഡിനെ റിജക്റ്റ് ചെയ്തോ? ഇല്ല. ഫുഡിനെ അവർ ഡയറക്റ്റ്ലി റിജക്റ്റ് ചെയ്തില്ല. പക്ഷെ അവർ എന്തിനെ സെലക്ട് ചെയ്തു? ആ വലിയ ഫീസ്റ്റിനേക്കാൾ ലെസ്സറായിട്ടുള്ള കാര്യത്തെ അവർ സെലക്ട് ചെയ്തു നമ്മൾ കാണുന്നത്. നമുക്കും അങ്ങനെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്, അല്ലേ? നമ്മൾ ചിലപ്പോൾ റിജക്റ്റ് ചെയ്യില്ല, ദൈവത്തെ നിരസിക്കില്ല. പക്ഷെ എന്താണ്, നമുക്ക് ഫുള്ളായിട്ട് വേറെ കാര്യങ്ങളിലാണ് നമ്മുടെ എൻജോയ്മെൻ്റ് എന്ന് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമുക്ക് ദൈവത്തെ എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞിട്ട് നമ്മൾ പെട്ടെന്ന് പോട്ടെ. നമ്മുടെ ഡിസയേഴ്സിനെ റീഡയറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യമായിട്ട്. അതൊന്നും ഡിസയേഴ്സ് തെറ്റല്ല, അല്ലേ? ആഗ്രഹങ്ങൾ തെറ്റല്ല, അതിന് നിങ്ങൾ നശിപ്പിച്ച് കളയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്ത് ചെയ്യണം? റീഡയറക്റ്റ് ചെയ്യണം, ആരുമായിട്ട് അലൈൻ ചെയ്യണം.
ദൈവമായിട്ട് എലൈൻ ചെയ്യണമെന്നുള്ള കാര്യമാണ് നമുക്കവിടെ മനസ്സിലാവുന്നത്. അതുപോലെ രണ്ടാമത് നമുക്ക് എങ്ങനെ എൻജോയ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. റിലീജിയസ് ടൈമല്ല, ദൈവമായിട്ട് ഒരു റിലീജിയസ് ടൈമല്ല, റിലേഷണൽ ടൈം, അല്ലേ? അവനായിട്ടുള്ള ഒരു വ്യക്തിപരമായ ബന്ധത്തിൽ നമ്മൾ അടുത്തിരിക്കുക എന്നുള്ളതാണ്. ഞാൻ ബൈബിളൊക്കെ വായിച്ചു തീർത്തു, എന്നാലും എനിക്കൊരു എംപ്റ്റിനെസ് വരിക എന്നുള്ള രീതിയിലല്ല. ചിലപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യുക എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞില്ലേ, രുചിച്ചറിയുക എന്നുള്ള കാര്യം പറഞ്ഞില്ലേ. രുചിച്ചറിയുക എന്നുള്ള കാര്യം വരുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് ചില ആളുകൾക്ക് ഇങ്ങനെ വലിയ പോർഷൻസൊക്കെ വായിച്ചു തീർക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മൾ പഠിപ്പിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. അപ്പോൾ ഇത്ര ദീർഘമായിട്ടുള്ള കാര്യങ്ങൾ ചിലപ്പോൾ വായിച്ച് ധ്യാനിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് പറ്റുന്ന 1-2 വാക്യത്തിൽ വേണമെങ്കിൽ ഒതുക്കിക്കോളൂ. പക്ഷെ 1-2 വാക്യം വായിച്ച് നിർത്താനല്ല, അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതിന്, അതിനെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നതിന്, ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരങ്ങൾ കണ്ടെത്തുന്നതിന്, അല്ലേ? ചിലപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ എവിടെയെങ്കിലും നമ്മൾ സ്റ്റോപ്പായി പോകും. ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് എന്നൊക്കെ ഒരു സംശയം വരും. ആ സംശയങ്ങളെ കുറിച്ച് പഠിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കി, അല്ലേ? അപ്പോൾ 1-2 വാക്യങ്ങൾ ചിലപ്പോൾ നമ്മുടെ ഒരു മെഡിറ്റേഷൻ തോട്ടായിട്ട് മാറുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ ഒന്ന് ഇരുന്ന് നോക്കൂ. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക്, ദൈവത്തെ അറിഞ്ഞ് ടേസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് മാറാനായിട്ട് കഴിയും. അപ്പോൾ ഒരു കോൺവെർസേഷൻ സ്റ്റൈലിലേക്ക് വരും, അല്ലേ? ദൈവമായിട്ട് ഞാൻ ചോദിക്കുകയാണ്, ഇതെന്താ കർത്താവ് ഇങ്ങനെ, ഇതെന്താ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, അപ്പം ഈ രീതിയിലായിപ്പോയാൽ എന്തായിരിക്കും നടക്കുക? അപ്പോൾ അങ്ങനെ പല ഒരു ഉത്തരങ്ങൾ നമുക്ക് ബൈബിളിൽ നിന്ന് ലഭിക്കും, ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കും. അപ്പോൾ ദൈവമായിട്ട് അങ്ങനെ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു അടുത്ത ഒരു ആളോട് നമ്മൾ സംസാരിക്കുന്ന പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിനായിട്ട് നമുക്ക് കഴിയും. മൂന്നാമതായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന ചില കാര്യങ്ങൾ നമുക്ക് തന്നെ അറിയാം. ജീവിതത്തിൽ ചില പ്ലഷേഴ്സ് കട്ട് ചെയ്യേണ്ടതാണെന്ന് നമുക്ക് തന്നെ അറിയാം. ഞാൻ ഒരു 5 മണിക്കൂർ ഞാൻ മൊബൈലിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, 5 മിനിറ്റ് കർത്താവിൻ്റെ കൂടെ ഇങ്ങനെ ഒരു റിലേഷണൽ ടൈം ഞാൻ സ്പെൻഡ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും നമ്മൾ എൻജോയ് ചെയ്യുന്നത് എന്തായിരിക്കും? ഏതാണോ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത് അതായിരിക്കും നമ്മൾ എൻജോയ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാലോ, ഞാനിപ്പം ഒരാളുടെ കൂടെ ഇരിക്കുക എന്നുള്ളത് അതൊരു സന്തോഷത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ്. ഞാൻ ഇപ്പം വീട്ടിലേക്ക് വന്നിട്ട് ഞാനിപ്പോൾ മോനോട് പറയുകയാണ്, വാടാ നമുക്കൊരു റൈഡ് പോവാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ? അല്ല, ഭാര്യയോട് പറയുകയാണ്, നമുക്ക് ഇന്നൊരു റൈഡ് പോയാലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഞാൻ നിൻ്റെ കൂടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, അല്ലേ? കുറച്ച് നേരം വെറുതെ ഇരിക്കുക, കുറച്ച് നേരം വെറുതെ ഇരിക്കുക, കുറച്ച് നേരം സംസാരിക്കുക. അതൊരു ബന്ധത്തിൻ്റെ ഭാഗമാണ്, അല്ലേ? വളരെ അടുത്ത ഒരു റിലേഷൻ്റെ ഒരു ബന്ധത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അത് കൂടുതലായിട്ട് വരുന്ന സമയത്ത് നമുക്ക് എന്താ നടക്കുക? ആ സമയം കൂടി വരുന്ന സമയത്ത് എന്താ നടക്കുക? അതൊരു എൻജോയ്മെൻ്റ് ആയിട്ട് പറയാം. നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ അടുത്തല്ലേ നമ്മൾ കൂടുതൽ സമയം ഇരുന്ന് എൻജോയ് ചെയ്യുക, അല്ലേ? അത് നടക്കണമെങ്കിൽ നമുക്ക് ഓൾറെഡി കട്ട് ചെയ്യണമെന്ന് അറിയുന്ന പ്ലഷേഴ്സ് ഉണ്ട്, നമുക്ക് തന്നെ അറിയുന്ന കാര്യങ്ങളുണ്ട്. ആരും പറഞ്ഞ് ഉപദേശിച്ചിട്ടൊന്നുമല്ല, നമ്മുടെ ഹൃദയത്തിൽ തന്നെ അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. അത് പതുക്കെ കട്ട് ചെയ്ത് കുറച്ചുകൊണ്ട് വരിക. പിന്നെ 4-മതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുക. വളരെ സിമ്പിളായിട്ട്, ദീർഘമായ പ്രാർത്ഥനകളൊന്നുമില്ല, സിമ്പിളായിട്ട്, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ അങ്ങയെ എൻജോയ് ചെയ്യണമെന്ന്, അങ്ങയുടെ കൂടെ ഇരിക്കണമെന്ന്, അല്ലേ? പക്ഷേ എനിക്ക് പലപ്പോഴും കഴിയുന്നില്ല. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ആ പ്രാർത്ഥനയോടുകൂടി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരിക. കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ സഹായിക്കും. അതുപോലെ നമ്മൾ പലപ്പോഴും അനുസരണം എന്ന് പറയുന്ന ഈ സമയത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അത് നിങ്ങളുടെ പ്രായത്തിലൊന്നുമില്ല, ഞങ്ങൾക്കും അത് വലിയ അങ്ങനെ അനുസരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങളല്ല. പക്ഷേ ഈ ഒബീഡിയൻസ് എന്ന് പറയുന്നുണ്ടല്ലോ, ശരിക്ക് ഈ സന്തോഷത്തെ വർദ്ധിപ്പിക്കുന്ന കാര്യമാണ്. നമുക്കത് അത്ര സുഖകരമായിട്ട് തോന്നില്ല, ഷോർട്ട് ടൈമിൽ അത് സുഖകരമായിട്ട് തോന്നില്ല. പക്ഷേ ലോങ് ടൈമിൽ ദൈവത്തെ അനുസരിക്കുക, അല്ല, നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? ഇഫ് യു കീപ് മൈ കമാൻഡ്മെൻറ്റ്സ് യുവർ ജോയ് വിൽ ബി ഫുൾ എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ ആ കാര്യം നമുക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. പാപമുണ്ടല്ലോ, അത് സന്തോഷത്തെ നമുക്ക് പ്രോമിസ് ചെയ്യും, വാഗ്ദാനം ചെയ്യും. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ എന്താ ലീവ് ചെയ്തിട്ട് അത് പോവുക? എംപ്റ്റിനെസ്, അല്ലേ? ജീവിതത്തിൽ എംപ്റ്റിനെസ് ലീവ് ചെയ്തിട്ട് പോവും. എന്നാൽ അനുസരണം എന്ന് പറയുന്നത്, ദൈവത്തെ അനുസരിക്കുക എന്ന് പറയുന്നത്, ഈ അനുസരണം എന്തിൻ്റെ പേരിലാണ് വരുന്നത്? അടിച്ചേൽപ്പിക്കുന്ന അനുസരണമാണോ? ബന്ധം, ദൈവത്തെ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് എനിക്ക്, അല്ലേ, ഞാൻ എൻജോയ് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ആ ബന്ധങ്ങൾ കൂടി വരുമ്പോൾ എന്താ ചെയ്യുക? പറയുന്ന കാര്യം കേൾക്കും. നമുക്ക് ബന്ധമുള്ള ആൾ പറയുന്ന കാര്യം നമ്മൾ കേൾക്കും. വളരെ സിമ്പിളാണ്. അപ്പോൾ അത് കോസ്റ്റ്ലി ആയിട്ട് ഇനീഷ്യലി നമുക്ക് തോന്നാം, പക്ഷേ അതാണ് ആഴത്തിലുള്ള സന്തോഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. നമ്മളിതൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ നമ്മൾ ചിന്തിക്കും, അല്ലേ?
നടക്കുന്ന കാര്യങ്ങളാണോ ചിന്തിക്കും. ബൈബിളിൽ നിന്ന് ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. പൗലോസിനെ നിങ്ങൾക്ക് അറിയാലോ. പൗലോസിന് ഏതൊക്കെ രീതിയിൽ ഒരു പ്രോസ്പെക്റ്റ് ഉണ്ടാവുമായിരുന്നു ലൈഫിൽ. പക്ഷേ കർത്താവിനെ പ്രതി അദ്ദേഹത്തിൻ്റെ ലൈഫ്, ജയിലിലൊക്കെ കിടന്നിട്ട് പാട്ട് പാടാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അല്ലേ, ജയിലിൽ കിടക്കുമ്പം സഫറിങ് നടക്കുന്ന സമയത്ത് പാടി ആനന്ദിക്കാൻ പറ്റണമെങ്കിൽ ആ മനുഷ്യൻ്റെ സന്തോഷം എവിടെയാണ്? ചെറിയ കാര്യങ്ങളിലാണോ ആ മനുഷ്യൻ സന്തോഷങ്ങൾ വെച്ചിരുന്നത്? അല്ലേ? അല്ല, ഹയർ പ്ലഷറിൽ ദൈവം തന്നെയാണ് സന്തോഷം, സാഹചര്യങ്ങളല്ല. സാഹചര്യങ്ങൾ മാറി വരുന്ന സമയത്ത് അതിന് പിടിച്ചു നിൽക്കാനും പ്രതികൂല സാഹചര്യങ്ങളിൽ മുന്നോട്ട് പോകാനും സഹായിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? എനിക്ക് ഹയർ പ്ലഷറാണ്, ദൈവം തന്നെയാണ് എൻ്റെ സന്തോഷം. ആ സന്തോഷം എൻ്റെ ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റുന്നതിനായിട്ട് കഴിയില്ല. അതുകൊണ്ട് സാഹചര്യങ്ങളല്ല സന്തോഷത്തെ തീരുമാനിക്കുന്നത്. ജോൺ പൈപ്പർ എന്നെ ഉദാഹരണമാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അദ്ദേഹം ഇങ്ങനെ ഒരു തിയോളജിക്കൽ ഒരു ലൈനിൽ ചിന്തിക്കാൻ പോലും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വളരെ നല്ലൊരു സാക്ഷ്യമാണ്. എല്ലാവരും രക്ഷിക്കപ്പെട്ട ആളുകളാണ്. ഫാദർ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു, അമേരിക്കയിലെ ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നത് അറിയോ, ജോൺ പൈപ്പർ പറയുന്നത് അറിയോ, ഞാൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും സന്തോഷമുള്ള മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഫാദറാണെന്നാണ് പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര വലിയ സാക്ഷ്യമാണെന്ന്. അപ്പോൾ അതേ പറയാണ്, അതുപോലെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സന്തോഷമുള്ള ഒരു സ്ത്രീ എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണെന്നാണ് പറയുന്നത്. പലപ്പോഴും അദ്ദേഹം ഒരു സുവിശേഷത്തെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് വീടുകളിലൊന്നും പലപ്പോഴും ഇല്ലായിരുന്നു. പക്ഷേ അദ്ദേഹം പറയുകയാണ്, എൻ്റെ അമ്മ ഒരിക്കലും ഒരു പരാതിയുടെ സ്വരം അല്ലെങ്കിൽ അങ്ങനെ സപ്പോർട്ടീവായിട്ട് അദ്ദേഹത്തിന് സന്തോഷത്തോടു കൂടി നിൽക്കുന്ന അമ്മയാണ് ഞാൻ കണ്ടിട്ടുള്ളൂ. കാരണം എന്താ? ഇവരുടെ ഒന്ന് സന്തോഷം ഒരു ഹയർ പ്ലഷറാണ്. അദ്ദേഹത്തെ ഇങ്ങനെ ഒരു കാര്യം ചിന്തിക്കാൻ പോലും, ഇങ്ങനെ ഒരു തിയോളജിക്കൽ ലെവലിൽ ചിന്തിക്കാൻ പോലും പ്രേരിപ്പിച്ചത് ഇവരുടെ ജീവിതത്തിലുള്ള സന്തോഷം കണ്ടിട്ടാണ്. അവർ വെച്ചിരിക്കുന്ന പ്ലഷർ അല്ലെങ്കിൽ ഹയർ പ്ലഷർ, ലെസ്സർ പ്ലഷറിലല്ല അവർ കണ്ണുവെച്ചിരുന്നത്, ഹയർ പ്ലഷറിലായിരുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാവുന്നത്. മനുഷ്യൻ്റെ പ്രധാന ലക്ഷ്യം എന്താണെന്ന് ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, അല്ലേ, അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ അതിന് ഉത്തരം എങ്ങനെയാണ്? മനുഷ്യൻ്റെ പ്രധാന ലക്ഷ്യം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനിൽ എന്നേക്കും ആനന്ദിക്കുകയും ചെയ്യുക എന്നാണ്. ദൈവം നമ്മെ സൃഷ്ടിച്ചതും വിളിച്ചതും എന്തിനാണ്? ഈ ലക്ഷ്യത്തിലേക്കാണ്, അല്ലേ? ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അവനിൽ എന്നേക്കും ആനന്ദിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്കാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം ദൈവത്തിൽ വിശ്വാസമില്ലാത്തതല്ല. കാരണം നമ്മൾ ദൈവത്തിൽ വിശ്വസിച്ച ആളുകളാണ്. അവനിൽ സന്തോഷം കണ്ടെത്താതെ ഇങ്ങനെ ജീവിച്ചു പോവുക എന്നുള്ള ഒരു സാധ്യത നമ്മുടെ ജീവിതത്തിലുണ്ട്, അല്ലേ? നമ്മൾ ശരിക്കും ഒരു കാര്യം പറയുകയും എനിക്ക് കർത്താവുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് എന്ന് പറയുമ്പോൾ എന്തിൻ്റെ തുടക്കമാണത്? കർത്താവിനെ എൻജോയ് ചെയ്യുന്നതിൻ്റെ ഒരു തുടക്കമാണ്, കർത്താവിനെ ആസ്വദിക്കുന്നതിൻ്റെ ഒരു തുടക്കമാണ്, അല്ലേ? അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്ത, അങ്ങനെ ഏറ്റുപറഞ്ഞ നമ്മൾ ചിലപ്പോൾ അത് ജീവിതത്തിൻ്റെ മുന്നോട്ടുള്ള പാതയിൽ കർത്താവിനെ അങ്ങനെ എൻജോയ് ചെയ്യാൻ കഴിയാതെ ജീവിച്ചു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ചില നിമിഷങ്ങൾ മാത്രം ആവേശം നൽകുന്ന കാര്യങ്ങൾക്കായി നമ്മൾ ചിലപ്പോൾ ഓടുമ്പോൾ, അല്ലേ, ഒടുവിൽ അവ നമ്മെ ഒരു എംപ്റ്റി ഫീലിങ്ങിലേക്ക് തള്ളിവിടും. ദൈവം നമ്മെ സന്തോഷം ഉപേക്ഷിച്ച് ഒരു സന്യാസ ജീവിതത്തിനല്ല വിളിച്ചിരിക്കുന്നത്. അതിലുപരി നിലനിൽക്കുന്ന ആഴത്തിലുള്ള സന്തോഷം, അത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത് കർത്താവിൽ തന്നെയാണ്, അവനിൽ തന്നെയാണ് കണ്ടെത്താൻ കഴിയുന്നത്. അത് കണ്ടെത്താനാണ് കർത്താവിൻ്റെ ക്ഷണം എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. സന്തോഷം നമ്മുടെ വിജയങ്ങളിലാണെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മൾ സന്തോഷം കണ്ടെത്തുന്ന നമ്മുടെ വിജയങ്ങളിലാണെങ്കിൽ പരാജയം വരുമ്പോൾ നമ്മൾ തകർന്നു പോകും. നമ്മുടെ സന്തോഷം മനുഷ്യരിലാണെങ്കിൽ, ചില ആളുകളെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, എനിക്ക് നല്ല കൂട്ടായ്മ ലഭിച്ചിരുന്നു. അത് തെറ്റല്ല, അതിൽ തന്നെ തെറ്റല്ല. പക്ഷെ നമ്മൾ പറയുന്ന അതിൻ്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് ഉണ്ട്, അല്ലേ? ആളുകളായിട്ട് നല്ല കൂട്ടായ്മ ഉണ്ടായിരുന്നു, കൂട്ടായ്മ ഇല്ലാണ്ടായിപ്പോയപ്പോൾ ഞാനങ്ങ് തണുത്തുപോയി എന്ന് ചിലപ്പോൾ ചില ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ അപ്പോൾ എന്താണ്, നമ്മൾ ആളുകളിൽ നമ്മുടെ സന്തോഷം വരുന്ന സമയത്ത് അവർ വിട്ടുപോകുമ്പോൾ നിരാശ വരും. നമ്മുടെ സന്തോഷം വസ്തുക്കളിലാണെങ്കിൽ അത് കിട്ടാതെ വരുമ്പോൾ, നഷ്ടപ്പെടുമ്പോഴൊക്കെ ഈ സന്തോഷം പോകാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമുക്കൊരു കാര്യം ഓർക്കാം, നമ്മുടെ സന്തോഷം ദൈവത്തിലാണെങ്കിൽ അവനെ നമ്മിൽ നിന്ന് ആർക്കും എടുത്തു കളയുന്നതിനായിട്ട് കഴിയില്ല. ആ സന്തോഷത്തെ എടുത്തു കളയുന്നതിനായിട്ട് കഴിയില്ല എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. നമ്മിൽ പലരും ദൈവത്തെ നിരസിക്കുന്നവരല്ല, തള്ളിക്കളയുന്നവരല്ല. പക്ഷെ അവനിൽ ആനന്ദിക്കാൻ സമയം കണ്ടെത്താതെ മറ്റു കാര്യങ്ങളിൽ മുങ്ങിപ്പോകുന്നവരായിട്ട് തീരാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒരു കാര്യം മാത്രം നമുക്ക് ചിന്തിക്കാം,
ഹീഡണിസം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അല്ലേ, ലോകത്തിലുള്ള ഹീഡണിസം പറയുന്ന ആളുകൾ ഈ ലോകത്തിൽ ദൈവമില്ല എന്ന് പറയുന്നത് വെറുതെയാണ് അല്ലേ. യുക്തിവാദികളാണെന്നുണ്ടെങ്കിലും യുക്തിവാദികളുടെ ദൈവം ആരാണ്? യുക്തിയാണ് അല്ലേ. അവർ യുക്തിയാണ്, ഒരു തരത്തിൽ പറഞ്ഞാൽ യുക്തി എന്ന് പറയുന്നതാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഈ ഹീഡണിസം, ലോകത്തിലുള്ള ഹീഡണിസം നമുക്ക് കാണാൻ പറ്റും പ്ലഷറാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചിന്തിക്കാം, പ്ലഷർ ഈസ് യുവർ ഗോഡ് ഓർ ഗോഡ് ഈസ് യുവർ പ്ലഷർ. ദൈവമാണോ നമ്മുടെ സന്തോഷം, അല്ലെങ്കിൽ ഇങ്ങനെ താൽക്കാലികമായിട്ട് സന്തോഷമാണോ നമ്മുടെ ദൈവമായിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. നമ്മെ ഒരിക്കലും തൃപ്തിപ്പെടുത്താത്ത കാര്യങ്ങൾ വീണ്ടും വീണ്ടും നമ്മൾ പിന്തുടരുന്നവരാണോ? അത് കർത്താവ് നല്ലവനാണെന്ന് രുചിച്ചറിയുന്ന അല്ലേ, ആ ഒരു റിലേഷൻ ദൈവമായിട്ട് അടുത്ത ബന്ധത്തിലേക്ക് പ്രവേശിക്കുന്നതാണോ നല്ലത് എന്ന് നമുക്ക് ഓർക്കാം. ദൈവത്തെ വെറുതെ പിന്തുടരുന്നതിൽ നാം ഒതുങ്ങിപ്പോകരുത്. അവനിൽ ആനന്ദിക്കാനായിട്ട് നമുക്ക് പഠിക്കാം. കാരണം ഒരിക്കലും നമ്മെ വിട്ടുപിരിയാത്തതും നിരാശപ്പെടുത്താത്തതുമായ ഏക സന്തോഷം അത് ക്രിസ്തു മാത്രമാണ്. അവനെ നമുക്ക് എൻജോയ് ചെയ്യാം. ദൈവം നമ്മളെ അതിനായിട്ട് സഹായിക്കട്ടെ.